ഈ ശരിക്കും പട്ടാളം കഴിഞ്ഞിട്ട് എത്ര സിനിമ നോ പറഞ്ഞിട്ടുണ്ടാവും? ഒരു തമിഴിൽ നിന്ന് കുറച്ച് നോ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത് കൊണ്ടുമായിരിക്കും പിന്നെ ആളുകള് പിന്നെ അപ്രോച്ച് ചെയ്തത്. അന്ന് തന്നെ പറഞ്ഞായിരുന്നു ലാസ്റ്റ് മൂവി. ഇത് എന്തിനാണ് ഞാൻ പറയാൻ പോയത്? അല്ല, അഞ്ചു സാർ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ അന്ന്. നീ ഒരു നല്ല കുട്ടിയാടി, എന്നോട് പറഞ്ഞത് നീ ഒരു നല്ല കുട്ടിയാടി, അതുകൊണ്ടാണ് നീ വേറെ ഒന്നും ചെയ്യാതെ. യോ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കല്യാണം നടക്കുമോ, അതാണ് ഇതാണ് ഫ്യൂച്ചർ എങ്ങനെയാവും, കുറെ ചീത്തപ്പേരൊക്കെ വന്നു കഴിഞ്ഞാൽ മാഗസീനിലൊക്കെ എഴുതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളുടെ തലയിൽ ഇങ്ങനെ പോയിസൺ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും, ഒരു പക്ഷെ പേടിച്ചിട്ടായിരിക്കും പാവം അങ്ങനെയൊക്കെ പറഞ്ഞത്. കുറച്ചുകൂടി യങ് ആയ ഫീൽ ഒക്കെ ചെയ്തു. യങ് ആണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്, ഓൾഡ് ആണെന്നൊരു ഫീൽ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ആങ്കർ ആവാനുള്ള ആഗ്രഹം വന്നത്? ഒരുപാട് വർത്താനം പറയുന്നുണ്ട്. ഈ ബിഗ് ബോസ് വിളിയൊക്കെ വന്നിട്ടുണ്ടോ? ശരി. എനിക്ക് ബിഗ് ബോസ് എൻ്റെ മോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സ്വഭാവത്തിന് ചിലപ്പോ അത് സൂട്ടായെന്ന് വരത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറെ പേരൊക്കെ ചിലപ്പം മോശം പേര് നല്ലതാവാനും ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഇത് തിരിച്ചടിക്കുമെന്നൊരു ഭയമുണ്ട്. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് മലയാളികൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള, കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നായികയാണ്. സോ ലെറ്റ് മീ വെൽക്കം ടെസ. ഹായ്. താങ്ക് യു സോ മച്ച് അജിൻ. ശരിക്കും ഇപ്പൊ പട്ടാളം ചെയ്തു, അത് കഴിഞ്ഞ് കുറെ വർഷമായിട്ടില്ലെങ്കിലും ആളുകൾക്ക് ഇപ്പോഴും അതാണ് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ളത്. കാരണം അങ്ങനത്തെ നായികന്മാരെ മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമാണ്. ശരിക്കും പട്ടാള റിലീസ് ദിവസം ഓർമ്മയുണ്ടോ? ഉണ്ട്. സെപ്റ്റംബർ മാസമായിരുന്നു അത് റിലീസ് ചെയ്തത്. അന്ന് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോകുന്നിടം വരെ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ തിയേറ്ററിൽ ചെന്നിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പല സമയത്ത് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ടെൻഷൻ, ആ തിയേറ്ററിലെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ കൈയെല്ലാം വേർക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ തിയേറ്ററിൽ കയറിയപ്പോൾ തൊട്ട് ഞാൻ സ്ക്രീനിൽ വരുന്നല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഇത് ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടും ഇല്ലാത്ത കാര്യമാണ്. ആ സമയത്ത് പല സമയത്ത് ഞാൻ ഇങ്ങനെ തല കുനിച്ച് ഞാൻ ഇപ്പോൾ വരുമല്ലോ, കാരണം ഞാൻ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എൻ്റെ മുഖം ഇതിൽ വരുന്നത്. അപ്പം അതുവരെ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് കൈയൊക്കെ വേർത്ത് അങ്ങനെയായിരുന്നു ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ആ സിനിമ കണ്ടത്. അമ്മ ഉണ്ടായിരുന്നു അടുത്തപ്പോ? എല്ലാരും ഉണ്ടായിരുന്നു. അമ്മയും ഉണ്ടായിരുന്നു, അപ്പനും ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സിനിമ മതി എന്നാണല്ലോ അമ്മ എന്ന് പറയണേ. പട്ടാളം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അത് തന്നെ മതി എന്നാ പറഞ്ഞത്. പട്ടാളം കഴിഞ്ഞിട്ട് അത് തന്നെ. അമ്മയുടെ വാക്കില് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു. അത് ഇപ്പം അജൻ ചോദിക്കുന്ന സാധാരണ ഒരു സിനിമ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്നാ കൂടുതൽ ചെയ്തോട്ടെ എന്ന് പറയുന്നല്ലേ, അങ്ങനെയൊന്നുമല്ലായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ഭാഗം ക്ലിയർ ആയിരുന്നു. ഇപ്പൊ സാഹസം ചെയ്യാണ്, റിലീസിന് വരികയാണ്. ഇപ്പൊ തലവൻ ചെയ്തു, ഇപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ ആ ഒരു കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഗേൾ. ശരിക്കും ഇപ്പൊ സാഹസത്തിലേക്കൊക്കെ എങ്ങനെയാ വരണപ്പോ? ഇതിന്റെ ഡയറക്ടർ ബിപിൻ കൃഷ്ണയാണ് ആദ്യം എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവർ തലവൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫിലിമിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഒരു റെഫറൻസ് കൊടുത്തിട്ടായിരിക്കാം. അപ്പോൾ ബിപിൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം തലവൻ കഴിഞ്ഞിട്ട് സാഹസം വരെ ഓൾമോസ്റ്റ് 1 year ഉണ്ട്. അപ്പം ഓരോ സിനിമയും ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കും, വീണ്ടും ബ്രേക്ക് എടുത്തോ. പക്ഷെ ഞാനായിട്ട് എടുക്കുന്ന ഒരു ബ്രേക്ക് അല്ല ഇത്. ഒന്നാമത്തെ കാര്യം, ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം പല ആൾക്കാർക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവും അല്ല. ഇതെല്ലാ ഫാക്ടേഴ്സും കൂടെ കൂട്ടുമ്പോൾ ശരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. പക്ഷെ ബിബിൻ എങ്ങനെയോ അറിഞ്ഞു, അങ്ങനെ എന്നെ വിളിച്ചു. ഫോണിൽ കൂടെയാണ് ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ ഇടുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ലുക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ ആ ക്യാരക്ടറിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരാൾ എന്നുള്ളൊരു ഇതിലായിരിക്കാം. എന്നെ വിളിച്ചു, ഭയങ്കര സന്തോഷം തോന്നി, ആ ക്യാരക്ടർ എടുത്തു. ഇതില് എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഗായത്രി ഒരു IT കമ്പനിയിലെ എഞ്ചിനീയറിംഗ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഗായത്രിയുടെ അടിയിൽ കുറേ ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ. ലേഡി ഗാഗ എന്നാണ് അറിയപ്പെടുന്നത്. ഗായത്രി ഗണേഷ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ലേഡി ഗാഗ. അപ്പോൾ ആ കൊളീഗ്സ് എല്ലാം വിളിക്കുന്ന ഗാഗ എന്നാണ്. കൂടുതൽ ഈ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റില്ല. ഇത് ബാബു ചേട്ടനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ക്യാരക്ടറാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഒരു ലേഡി ബോസ് ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാലോ. ടെറർ ബോസ് ആണോ? ടെറർ ബോസ് ഒന്നും അല്ല, സ്വീറ്റ് ബോസ്.
ഈ ആളുകൾ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് എന്റെ കുട്ടികളുടെ അച്ഛൻ സീരിയല. പൊതുവെ ആളുകൾക്ക് പൊതുവെ സീരിയലുകളോട് ഭയങ്കര ഒരു ഒരു മടിക്കോ ഒരു താല്പര്യക്കുറവ് ഉണ്ടാവാറുണ്ട്. ശരിക്കും സീരിയലുകളോട് താല്പര്യം ഉണ്ടായിരുന്നു ചെയ്യുന്ന സമയത്ത്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സീരിയൽസ് ഒന്നും കാണത്തില്ലാത്ത ഒരാളാണ് എനിക്ക്. പക്ഷെ ഞാൻ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പോകുമ്പോൾ ചില ഇത് കാണുമ്പോൾ അങ്ങനെയുള്ളൂ, അല്ലാതെ എനിക്ക് ഇന്ന സീരിയലിലെ ഇന്ന ആക്ടേഴ്സ് അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ലാതിരിക്കുന്ന സമയത്താണ് സീരിയലിലേക്ക് ഓഫർ വരുന്നത്. പക്ഷെ സീരിയലിന് എഗൻസ്റ്റ് അല്ല ഒരിക്കലും. ഞാൻ ഇങ്ങനെ സീരിയലിലുള്ള ആക്ടേഴ്സ് ഒരു ചിലർ പറയുമല്ലോ ഭയങ്കര അവരുടെ അഭിനയം എന്താണ്, ഓവർ ആക്ടിങ് ആണ്, അങ്ങനെ ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്തിട്ടില്ല ഒരിക്കലും സീരിയൽ ആക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ, ഇതൊരു സോണി ലിവിൽ വന്ന ഒരു സീരിയലിന്റെ റീമേക്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ പുരുഷോത്തമൻ സാർ വന്നിങ്ങനെ കഥ പറയണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു, ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ. അങ്ങനെയാണ് ഈ സീരിയലിലേക്ക് വരുന്നത്. ഫീഡ്ബാക്ക് എന്തായിരുന്നു എല്ലാവരുടെ? ഇപ്പോൾ നല്ല ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അവരെല്ലാം നോട്ടീസ് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സീരിയലില് എല്ലാവരും ഇങ്ങനെ ജുവലറി കാണാനും ഡ്രസ്സ് കാണാനും ഒക്കെയാന്നൊക്കെ പറയുമല്ലോ. പക്ഷെ അതൊന്നും എനിക്ക് അത്രയും ഇതില്ല. പക്ഷെ ഞാൻ ഓരോ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വരുമ്പോ എനിക്കിങ്ങനെ മെസ്സേജ് വരുന്ന അതാ, ഇത് എവിടുന്നാ, ഇത് ഈ പാറ്റേൺ, ഇതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും അത്രയും ഇതായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ സീരിയലില് ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ വീട്ടില് ഹസ്ബൻഡ് കുട്ടികൾക്കൊക്കെ ഈ എന്റെ കുട്ടികളുടെ അച്ഛൻ ചെയ്യുമ്പോഴാണല്ലോ വീണ്ടും നടിയായിട്ട് തിരിച്ചു തന്നെ. അവർക്കറിയോ ഇങ്ങനെ ഇത്ര ആങ്കർ ആയിരുന്നു അല്ലെങ്കിൽ ആക്ട്രസ് ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ? പിന്നെ അവർക്ക് അറിയാം. പിള്ളേര് പിന്നെ എന്റെ ആങ്കറിംഗ് ഡേയ്സിന്റെ ഒന്നും അവര് കണ്ടിട്ടില്ല. കാരണം ആ സമയത്ത് നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. പിന്നെ കുറെ കൂടുതലും ചെയ്തിരിക്കുന്ന ലൈവാണ്. അപ്പൊ അതൊന്നും റെക്കോർഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ആങ്കറിംഗ് ഡേയ്സിന്റെ ഒന്നും അവർക്കറിയില്ല. പക്ഷെ സിനിമകൾ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡും പിള്ളേരും, ഹസ്ബൻഡൊന്നും ലൈഫിൽ സീരിയൽസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പുള്ളി ജനിച്ചു വളർന്നൊക്കെ ഡൽഹിയിലാണ്. അപ്പം അവിടെയാണെങ്കിൽ മലയാളം സീരിയൽസോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ കുട്ടികളുടെ അച്ഛൻ ഒരു എപ്പിസോഡ് പോലും വിടാതെ എൻ്റെ മൂത്ത മോനും ഹസ്ബൻഡും കണ്ടിട്ടുണ്ട്. ഇളയാൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു രണ്ടുപേരും ഇരുന്ന് എല്ലാ ദിവസവും ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കാണുമായിരുന്നു. ഞാൻ പല എപ്പിസോഡ്സ് മുടക്കിയിട്ടുണ്ട്, പക്ഷെ അവര് കാണുമായിരുന്നു. ഈ നാട്ടിലേക്കൊക്കെ വരുമ്പോ ആളുകൾക്ക് വന്ന് സെൽഫി ഒക്കെ ചോദിക്കുമല്ലോ, അപ്പൊ അവർക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആണ് സെൽഫി ഒക്കെ ചോദിക്കുന്നത്? അവർക്ക് ഇഷ്ടമാണ്. അവർ പക്ഷേ അതിന്റെ ഇടത്തൊന്നും വരത്തില്ല. അത് വരുമ്പോ തന്നെ അവരും ഹസ്ബൻഡും രണ്ട് പിള്ളേരും കൂടെ കുരു പറഞ്ഞിട്ട് എന്തെങ്കിലും എന്നെ കളിയാക്കി ചിരിച്ചിട്ട്, കാരണം അവർക്ക് അവരുടെ അമ്മയാണല്ലോ. എന്നെ എല്ലാ രൂപത്തിലും ഭാവത്തിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് പിള്ളേരൊക്കെ പറയുന്നത് വെച്ചാൽ പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ അമ്മയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് മാറി. അമ്മ മറ്റേത് ഹാ ഹാ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ബഹളമൊക്കെ വെച്ച് നടന്നിട്ട് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോ എടുക്കാലോ അതിനെന്താ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം അമ്മ പെട്ടെന്ന് വേറൊരു ക്യാരക്ടർ ആയല്ലോ എന്ന് പറയും. പക്ഷെ അവരിതൊക്കെ കണ്ടിട്ട് അവർക്ക് ഹാപ്പിയാണ് അവരിതൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇതിനകത്തൊന്നും പാട്ടാകാൻ അവർക്ക് താല്പര്യമില്ല. അതായത് ഈ സെൽഫിക്ക് നിൽക്കുക അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പം ഇളയ ആൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഹസ്ബൻഡ് മൂത്ത ആൾക്ക് അത്ര വലിയ പബ്ലിക് ഇമേജ് അത്ര വലിയ ഇഷ്ടമില്ല അവർക്ക്. ഈ ശരിക്കും പട്ടാളം കഴിഞ്ഞിട്ട് എത്ര സിനിമ നോ പറഞ്ഞിട്ടുണ്ടാവും? ഒരു തമിഴിന്ന് കുറച്ച് നോ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉണ്ട് കുറച്ച്. പക്ഷെ അത് ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണെന്ന് അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എങ്കിലും തമിഴിൽ നിന്ന് വന്നിട്ടുണ്ട്, മലയാളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, 3-4 ഈസിലി. പക്ഷെ പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചല്ലോ. പിന്നെ ഒരു കട്ട് ഓഫ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നത് കൊണ്ടുമായിരിക്കും പിന്നെ ആളുകള് പിന്നെ അപ്രോച്ച് ചെയ്തില്ല. അന്ന് പറഞ്ഞായിരുന്നു ലാസ്റ്റ് മൂവി. ആ സമയത്ത് തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞിരുന്നത്. എന്തിനാണ് ഞാൻ പറയാൻ പോയത്? പക്ഷെ എനിക്ക് അറിയായിരുന്നു. എനിക്ക് പിന്നെ എനിക്കൊരു പെർമിഷൻ ഫാക്ടർ ഇല്ലാന്ന് എനിക്ക് ഡെഫിനറ്റ്ലി അറിയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ വാശി പിടിച്ച് എനിക്കത് ചെയ്തേ പറ്റൂ, എനിക്കത് ചെയ്യണം അങ്ങനെ പറയുന്ന ഒരു നേച്ചറും അല്ലായിരുന്നു എൻ്റെ. അങ്ങനെ ലാൽജി സാർ ഒന്നും പറഞ്ഞില്ല? ലാലുവേട്ടന് അറിയാം. ലാലുവേട്ടന് വീട്ടിൽ വന്ന് എന്റെ പേരൻസിനെയൊക്കെ കണ്ടതാണല്ലോ. അപ്പൊ ലാലുവേട്ടന് അറിയാം, എടി നീ ഇത് ചെയ്യണേ നല്ലതാ, പക്ഷെ നീ ഒരു നല്ല കുട്ടിയടി. എന്നോട് പറഞ്ഞില്ല നീ ഒരു നല്ല കുട്ടിയടി, അതുകൊണ്ടാണ് നീ വേറെ ഒന്നും ചെയ്യാത്ത എന്ന് പറഞ്ഞു. പുള്ളി അറിയാം. എന്നിട്ട് പിന്നെ എൻ്റെ അമ്മയോട് ലാലുവേട്ടൻ ഇങ്ങനെ അന്ന് ഓഫീസിൽ പോയി, എൻ്റെ ഫാദർ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്, അവിടെ പോയി കണ്ടു, വീട്ടിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പറയും ഇപ്പൊ ആരെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യുമോ നമ്മള്? സോ ആ സമയത്ത് അത് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു റോൾ ആയതുകൊണ്ടായിരിക്കാം ആ ഒരു എല്ലാ ഫാക്ടേഴ്സും
ഒപ്പം നിന്നു. അപ്പൊ ലാലുവേട്ടൻ 2 പ്രാവശ്യം വന്ന് പേരൻസിനെ മീറ്റ് ചെയ്തു, കൺവിൻസ് ചെയ്തു, അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. എന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ ഒരു സിനിമ കാരണം ടെസ്സയ്ക്ക് ഒരു മോശം പേരും വരത്തില്ല ഫോർ ഷുവർ എന്ന് പറഞ്ഞു. അതെന്റെ ഒരു വാക്കാണെന്ന് അമ്മയോട് പറഞ്ഞു. നമുക്ക് അതൊക്കെയായിരുന്നു പേടി, നമുക്ക് പേര് മമ്മൂക്കയുടെ നായിക അങ്ങനത്തെ ഒരു ഇതൊന്നും പാരന്റ്സിന് അങ്ങനെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, അമ്മയ്ക്ക് അത് ഒബ്വിയസ്ലി അവര് ദേ വർ വെരി പ്രൗഡ് ദാറ്റ് മമ്മൂക്കയുടെ. പക്ഷെ എങ്കിൽ ഈ ഒരു പേടി ഫാക്ടർ ഉണ്ടല്ലോ, അത് അമ്മ മാത്രമായിട്ടുള്ള ഒരു പേടി, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ അവരാണ് ഈ പേടി കുത്തി നിറയ്ക്കുന്നത്. അതായത് നമ്മള് ഇപ്പം ഒരു 5 പേര് വന്നിട്ട് നിങ്ങളുടെ മോൾ ഇതിലാണോ ചെയ്യുന്നേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സും പിന്നെ അല്ല ഇപ്പോഴത്തെ കുറച്ചുകൂടെ സറൗണ്ടിങ്സ് പറയും. പക്ഷെ ഇവിടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും യോ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കല്യാണം നടക്കുമോ, അതാണ് ഇതാണ് ഫ്യൂച്ചർ എങ്ങനെയാവും, ഇത് കുറെ ചീത്തപ്പേരൊക്കെ വന്നു കഴിഞ്ഞാൽ മാഗസീനിലൊക്കെ എഴുതി, ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരാളുടെ തലയിൽ ഇങ്ങനെ പോയിസൺ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ പേടിച്ചിട്ടായിരിക്കും പാവം അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെ ഹാപ്പിയാണ്? ഓ പിന്നെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ എന്നെ കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ എന്നോട് അന്ന് പറയുന്നത്, കല്യാണം കഴിച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. അത് ആ ഒരു ജനറേഷന്റെ ഇപ്പൊ പേരൻസ് എല്ലാം ഇവോൾവ് ആയി കേട്ടോ. ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടക്കേട് കൊണ്ട്, സിനിമയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രം. ഇപ്പൊ എല്ലാം, ഇപ്പൊ എൻ്റെ എന്ത് ഇന്റർവ്യൂസ് വന്നാലും അതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. പിന്നെ എന്നോട് പറയും ചില സമയത്ത് പറയും, നീ എന്താ ഇന്റർവ്യൂ എനിക്ക് അയച്ചു തരാന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് ആണല്ലോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ പറയും, അയ്യോ സോറി മദർ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ഇപ്പൊ ശരിക്കും സിനിമ എന്ന പെർസ്പെക്റ്റീവ് കുറെ വർഷം കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കര, ഇപ്പൊ രാജമര്യാദ ഒക്കെ ചെയ്തു, ആ സമയത്തൊക്കെ പിന്നെ ഭയങ്കര മാറ്റം ഉണ്ടായോ പെർസ്പെക്റ്റീവ്സ്? കാരണം ഫിലിമിൽ നിന്ന് ഡിജിറ്റലും കൂടി ആയി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫിലിം മേക്കിംഗ് കുറച്ചുകൂടി ഈസി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? ആക്ച്വലി പട്ടാളം മൂവിയുടെ സമയത്ത് നമ്മൾ ഈ സ്ക്രീനിലൊന്നും നമ്മളിങ്ങനെ വന്ന് നോക്കുവോ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഡയറക്ടറിനെ നമുക്ക് കാണാം, എവിടെ ഇരുന്നാലും ഹീൽ ബി സിറ്റിംഗ് നെക്സ്റ്റ് ടു അസ്. മറ്റേത് ഞാൻ നോക്കുകയാണ് എവിടെയാണ് ഈ ആൾ ഇരിക്കണേന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ മൈക്കും കൊണ്ട് വേറെ വല്ലതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ആളെ പോലും കാണുന്നില്ലല്ലോ എന്ന്. പിന്നെ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ ഒരു ഈസി ആയി ഫിലിം മേക്കിംഗ്. ബിക്കോസ് ഈ ഡിജിറ്റൽ തിങ് ഇത് വന്നതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ടേക്സ്, ഇപ്പം എനിക്ക് തോന്നുന്നു ടൈമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ചെറിയ ഷോട്ട് ഓരോ ദിവസവും കൂടുന്നതോറും എക്സ്പെൻസ് കൂടിക്കൊണ്ട് വരും. അല്ലാതെ ഈ ക്യാമറയുടെ അല്ല, what I meant is നമ്പർ ഓഫ് ടേക്സ് എത്ര വേണമെങ്കിലും പോവാം, പക്ഷെ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് ഇറ്റ്സ് വെരി വാല്യുബിൾ. അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടെ സെറ്റൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒരു കാഷ്വൽ ആൻഡ് അല്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് സിനിമ. ഈ സാഹസം ഏറ്റവും പുതിയ ജനറേഷനാണ്. അപ്പൊ എങ്ങനെ കുറച്ചുകൂടി യങ് ആയ ഫീൽ ഒക്കെ ചെയ്തു? യങ് ആണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തു, ഓൾഡ് ആണെന്നൊരു ഫീൽ ആയിട്ടില്ല. അല്ല, ആ ഒരു ഗ്യാങ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതിന്റെ ഡയറക്ടർ ബിബിൻ ആണെങ്കിലും ആദ്യമേ തന്നെ സംസാരിക്കും, നമുക്ക് ചിലരോടൊരു വൈബ് അടിക്കുമല്ലോ. അപ്പൊ പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം പറഞ്ഞത്. അപ്പൊ ആദ്യമായിട്ട് പുള്ളിയെ കാണുമ്പോഴും എനിക്ക് കുറെ നാൾ പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ കണ്ട പോലെയാണ് ബിബിനെ. നമുക്ക് തോളെ കൈയിട്ട് എന്തടേ എന്നൊക്കെ ആ ഒരു കമ്പനി തരുന്ന ഒരു കക്ഷിയാണ് ബിബിൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ റംസാൻ, ഗൗരി, ജീവ ഇവരൊക്കെയാണെങ്കിലും ഒരുപാട്, റംസാൻ ഒത്തിരി ബഹളം വെച്ച് നടക്കുന്ന ആളൊന്നും അല്ല, പക്ഷെ വെരി ഒരു യങ്സ്റ്റർ ആണ്, ഡാൻസർ ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബഹളവും കാര്യങ്ങളും ഒക്കെ സെറ്റിലുണ്ട്. എല്ലാം യങ്സ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ബഹളമൊക്കെ വെച്ച് ആ ഫുൾ ഇതിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ബഹളം വെക്കുമെങ്കിലും ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ചേച്ചി ഹലോ അങ്ങനെ ഞാൻ ഇത്രയൊക്കെ ബഹുമാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുമോ. ഇപ്പൊ പട്ടാളത്തിൽ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? പാട്ടായിരുന്നു എടുത്തത്. അതൊരു മരത്തിന്റെ മുകളില് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മരത്തിന്റെ കൊമ്പിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ മുമ്പിലേക്ക് വരുന്ന ഒരു സീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ളത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റ്. അപ്പം നമ്മളെ കുറച്ചൊന്ന് ഈസാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ പാട്ടാണ് ലാൽവേട്ടൻ തന്നത്. അപ്പൊ ഇതായിരുന്നു ആദ്യത്തെ ഷോട്ട്, സീനല്ല തന്നത്. മമ്മൂക്കായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, മമ്മൂക്കേനെ ഞാൻ മറ്റേ പോസ്റ്റ് ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അതില് മമ്മൂക്ക ഇങ്ങനെ ചാടി വരുന്നത്. പക്ഷെ അത് ആദ്യമേ എടുത്തത് പക്ഷെ അതല്ല, ഈ പാട്ട് പാടി മമ്മൂക്ക വന്ന് ഒളിഞ്ഞു നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. പക്ഷെ അതില് ആക്ച്വലി മമ്മൂക്ക എന്റെ കൂടെ ഇല്ല, അത് രണ്ട് സ്ഥലത്താണ് ചെയ്തത്. അപ്പം അതാണ് ആദ്യം ഷൂട്ട് ചെയ്തതെങ്കിലും
ഫസ്റ്റ് ഫേസ് ടു ഫേസ് വന്നത് അന്ന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? മീൻസ് എന്താ ചെയ്യാൻ ഇല്ല. ആക്ച്വലി ഞാനത് ഓർക്കുമ്പോ ഇപ്പൊ ഒരു ടെൻഷനും ഇല്ലായിരുന്നു എനിക്ക്. കാരണം ഒന്നാമത്തെ കാര്യം ആങ്കറിങ് ഇതിലോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ആൾക്കാരെയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ മീറ്റ് ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്നു. അപ്പൊ ഒരുപാട് പേരെ മീറ്റ് ചെയ്ത് നമ്മൾ വർത്താനം പറഞ്ഞൊക്കെ നടക്കുന്ന കാരണം ഒരു ഫിലിമിൽ വന്നപ്പോ ഒരു ടെൻഷനോ കാര്യങ്ങളോ. പക്ഷെ ഇന്ന് ഞാൻ എവിടെ പോയാലും എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എങ്ങനെ ഇരിക്കും ടീം, എങ്ങനെ ഇരിക്കും, എന്തായിരിക്കും, നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ കുറെ തിങ്ക് ചെയ്തിട്ടേ ഞാനിപ്പം പോകത്തുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ട്. അതെ, സെറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഞാൻ കൂളാണ്. പക്ഷെ അതേസമയം നമുക്ക് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ടെൻഷനാണ്. ഈ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ആങ്കർ ആവാനായിരുന്നല്ലോ പണ്ടും എപ്പോഴും. ശരിക്കും എന്തുകൊണ്ടാണ് ആങ്കർ ആവാനുള്ള ആഗ്രഹം വന്നു തുടങ്ങി? ഒരുപാട് വർത്താനം പറയുന്നുണ്ട് ആൾക്കാർ. ഞാനൊരു പീപ്പിൾസ് പേഴ്സൺ, എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ. അപ്പൊ അന്ന് വളരെ കുറച്ച് ആങ്കേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനും ഓർക്കുമായിരുന്നു ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, കാരണം എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഒരുപാട് വർത്തമാനം പറയാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാ ആങ്കർ ആയത്. അതെ, ആങ്കർ ആവാൻ വേണ്ടി ആക്ച്വലി ആദ്യം സിറ്റി കേബിളിൽ ആണ്. അതില് ചിലപ്പോ എനിക്കൊന്നൊരു 150 ആൾക്കാരൊക്കെ ഉള്ളൂ സിറ്റി കേബിൾ. അപ്പൊ അതിലേക്കാണ് ആദ്യം ഇങ്ങനെ വരുന്നത്. അപ്പം എൻ്റെ ഫാദറിന്റെ ബ്രദറിനോട് ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ പേരപ്പനോട് ഞാനിങ്ങനെ പറഞ്ഞു, പേരപ്പ എനിക്കിങ്ങനെ ആങ്കർ ആവണം, അപ്പം എനിക്കിങ്ങനെ ഇഷ്ടമാണ്, അപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇവിടെ എറണാകുളത്ത് ഡെന്റിസ്റ്റ് ആയിരുന്നു. അപ്പം ഇപ്പം പേരപ്പൻ റിട്ടയർ ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ദിവസം പേരപ്പൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ആങ്കർ ആവണമെന്നല്ല പറഞ്ഞത്, സിറ്റി കേബിളിൽ ആങ്കേഴ്സ് വാണ്ടഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് വന്നിട്ടുണ്ട്, സ്ക്രോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ നീ ഒന്ന് വിളിച്ചിട്ട് നീ ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു. അപ്പോൾ വിളിച്ചപ്പോൾ അവർ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചു. അങ്ങനെ അവിടെ ആ പ്രോഗ്രാമിന് എന്നെ എടുത്തു. അത് ലൈവ് പ്രോഗ്രാമായിരുന്നു. അത് അങ്ങനെ കുറച്ച് നാള് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൈരളിയിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. അതും ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ ഏഷ്യാനെറ്റ്, അന്ന് അധികം ചാനൽസ് ഒന്നുമില്ല, ഏഷ്യാനെറ്റ്, സൂര്യ, അന്നുള്ള ചാനൽസിലൊക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവൻ TV അങ്ങനെയുള്ള ചാനൽസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ഇപ്പം ഫ്ലവേഴ്സ് ആണെങ്കിലും മഴവിലാണെങ്കിലും ഇപ്പൊ വന്നത്. അതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അന്നുള്ളതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുമ്പോ എപ്പോഴും കട്ട സപ്പോർട്ട്. അവരൊക്കെ പേരപ്പനൊന്നും പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഈ അന്നത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയായിരുന്നു? മെമ്മറീസ് ഉദ്ദേശിക്കുന്ന എന്നാ, ആരൊക്കെ ചെയ്യുന്ന? അന്ന് കുറെ ആക്ടേഴ്സിനെ, അന്ന് മൂവി പ്രൊമോഷൻസ് എന്ന് പറഞ്ഞ് വരുമ്പോ 1-2 ചാനൽസ് അല്ലേ ഉള്ളൂ ഇങ്ങനെ. അപ്പൊ അതിനൊക്കെ എല്ലാവരും ഗ്രൂപ്പായിട്ട് വരും, സിംഗിൾ ആയിട്ട് വരും. അന്ന് ഇപ്പൊ ഈ സിനിമയിൽ ഞാൻ ബാബു ചേട്ടന്റെ കൂടെയാണ് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഞാൻ ബാബു ആന്റണീനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് എന്റെ ഹസ്ബൻഡ് എന്നെ ആദ്യം കാണുന്നത് ബാബു ചേട്ടന്റെ കൂടെ ഞാൻ പുള്ളിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അതെ, അതായത് ഞങ്ങളുടെ എനിക്കിങ്ങനെ പ്രപ്പോസൽ വന്ന സമയത്ത് നമ്മുടെ ഒരു മിഡിൽമാൻ ഉണ്ട്, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ടെസ്സയുടെ ഒരു പരിപാടി വരുന്നുണ്ട്, അപ്പൊ അതൊന്ന് വെച്ച് കാണാൻ പറഞ്ഞു. അപ്പൊ ബാബുചേട്ടൻ ഭയങ്കര പൊക്കമാണ്, 6 അടി 2 ഇഞ്ചോ 3 ഇഞ്ചോ കണ്ടുണ്ട് പൊക്കം. അപ്പൊ അടുത്ത് നിൽക്കുമ്പോ അപ്പൊ അവരൊരു സ്റ്റൂൾ ഇട്ട് തന്നു, ഇതിന്റെ മുകളിൽ കയറി നിൽക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് വരുമല്ലോ. അപ്പൊ എന്റെ ഹസ്ബൻഡിനും പൊക്കമുണ്ട്, എന്റെ ഹസ്ബൻഡിനും 6 അടി 2 ഇഞ്ചാണ്. അപ്പോ അവര് എന്നെ കാണാൻ നോക്കുമ്പോ പറയും, ഈ ബാബു ആന്റണിക്ക് ഭയങ്കര പൊക്കമുണ്ടല്ലോ, ഈ കൊച്ചു അതിനുമ്പോൾ കട്ട നിപ്പുണ്ടല്ലോ. അപ്പൊ ഇത് ആക്ച്വലി അവര് ഇത്രയും പൊക്കമില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അതിന്റെ എന്നോട് ചോദിച്ചു, ഒരു മേക്കപ്പ് ഇല്ലാതെ, അപ്പൊ അതിന് മേക്കപ്പ് ഇട്ടിട്ടൊക്കെയാണോ, മേക്കപ്പ് ഇല്ലാതെ ഒരു നോർമൽ ഫോട്ടോ അയച്ചു തരാമോ എന്ന് ചോദിച്ചു ഹസ്ബൻഡിന്റെ വീട്ടുകാർ. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ബാബു ആന്റണിയുടെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവര് ഫാമിലി ഫുൾ എന്നെ ഇരുന്ന് കാണുന്നത്. അപ്പൊ പെണ്ണ് കാണൽ ആക്ച്വലി സ്ക്രീനിൽ കൂടെ ആയിരുന്നു എന്റെ. വേറെ എന്തായിരുന്നു ഇന്റർവ്യൂ മെമ്മറീസ് ഒക്കെ? ഇന്റർവ്യൂ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈവ് പ്രോഗ്രാമിൽ ഓരോരുത്തർ വരുന്നത്, എനിക്കിപ്പം ഇത് 20 years മുമ്പുള്ള കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നതൊക്കെ കേട്ടോ. നമ്മുടെ മെമ്മറി എന്നൊക്കെ ഇറേസ് ചെയ്ത് പോയി. പക്ഷെ അന്ന് രാജു ഉണ്ട്, മറ്റേ ചാക്കോച്ചൻ, പിന്നെ സുരേഷ് ഏട്ടൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്റർവ്യൂവിന് എന്തൊരു ചലഞ്ചിങ് ആണെന്ന് ആലോചിച്ചിട്ടുണ്ടോ അജിൻ എപ്പോഴെങ്കിലും? കാരണം നമുക്ക് ഇന്ന് ഒരാളെ പറ്റി അറിയണേ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അന്ന് ഒരു ഫിലിമിനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരാൾ വരുമ്പോൾ നമുക്ക് എന്തൊരു പാടായിരുന്നു എന്നറിയും. കാരണം നമ്മൾ ഒരു സിനിമ പോയി കാണണം. അപ്പം ഞാൻ എപ്പോഴും
ആ സിനിമയിലെ പ്രൊമോഷന് വേണ്ടി വരുമ്പോൾ ഞാൻ ആ സിനിമ തീർച്ചയായിട്ടും പോയി ഞാൻ കാണുമായിരുന്നു. കണ്ടാലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റും. അന്നാണ് മധു വാര്യറിന്റെ ഫസ്റ്റ് മൂവിയും അങ്ങനെ അങ്ങനെ കുറെ ആക്ടേഴ്സും ഉണ്ട് ഈ പുതിയതായിട്ട് വന്നവർ ഫസ്റ്റ് ടൈമേഴ്സിന്റെ. അപ്പൊ അത് എനിക്ക് കാണാണ്ട് എനിക്ക് അവരോടൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഐ മേഡ് ഇറ്റ് എ പോയിന്റ് ദറ്റ് എന്ത് ഇന്റർവ്യൂ ചെയ്താലും പോയി സിനിമ കാണണം. അങ്ങനെ ഒരുപാട് സിനിമ ബാക്ക് ടു ബാക്ക് കണ്ടിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. പിന്നെ സിനിമ കണ്ടിട്ട് ആ സിനിമേനെ ബേസ് ചെയ്ത് ചോദിക്കും. പിന്നെ അവരവിടെ വരുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ മുമ്പേ വരാൻ പറയും. എന്നിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും. അവിടെ ഇന്നത്തെ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി തരാൻ ആരുമില്ല, നമ്മൾ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു തരാൻ ആരുമില്ല, കോസ്റ്റ്യൂം സ്റ്റൈൽ ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം. നമ്മളായിരിക്കും അതിന്റെ ഓൾ ഇൻ ഓൾ. അപ്പോൾ ഒരുപാട് ഒരു സംഗതി ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ കുറെ റിസർച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളവിടെ വന്നിരുന്നിട്ട് എന്താ ചോദിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോളേജ് ഡേയ്സ് അത് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരും, വീട്ടിൽ വന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകും. അതായിരുന്നു ഇറ്റ് വാസ് ഫൺ. കാരണം ആ സമയത്തൊക്കെ കോളേജിലെ രസമുണ്ട്, സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്, ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ലൊരു ടൈം തന്നെയായിരുന്നു. ശരിക്കും അന്ന് കോളേജിൽ പഠിക്കുമ്പോ ഇപ്പൊ ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ അറിയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ, ഈ കുട്ടിയിൽ ഭയങ്കര സ്പാർക്കുണ്ട്, സിനിമയിലൊക്കെ അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ. സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയുണ്ടോന്നും അതൊന്നും അറിയില്ല. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് ഇപ്പൊ അവർക്ക് ആ സമയത്ത് ഞാൻ ആങ്കറാണ്, ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ആങ്കറാണ്, കൈരളി വരുന്ന ആളാണ്, അങ്ങനെ നമ്മൾ കുറച്ചുനാൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ടേക്ക് അസ് ഫോർ ഗ്രാൻറ്റഡ് അല്ലേ. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ക്ലാസ്മേറ്റ് ടെസ്സ, അല്ലാതെ അവർക്ക് ആങ്കർ ടെസ്സാന്നോ അങ്ങനെ ആയിട്ട് പോപ്പുലർ ആയിട്ട് ഒരാളെന്നോ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെപ്പോഴും എല്ലാവരുടെയും കൂടെ ചിൽ വൈബ് അല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വലിയൊരു പിന്നെ അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മള് എത്ര പോപ്പുലർ ആണ് നമുക്ക് അറിയില്ല. കുറെ ആൾക്കാർക്ക് അറിയാമെങ്കിലും നമ്മൾ അറിയുന്നില്ല ആർക്കൊക്കെ നമ്മളെ അറിയാമെന്നുള്ളത്. കാരണം എങ്ങനെയാണ് ആൾക്കാരെ അറിയിക്കുക? ലെറ്റേഴ്സിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഈ ലെറ്റേഴ്സ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് വരും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരും. അത് വായിച്ചു നമ്മളത് കളഞ്ഞു, പിന്നെ നമ്മുടെ ലൈഫായിട്ട് പോയി. അല്ലാതെ ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വരുന്ന നമുക്ക് വരുന്ന ഫോളോവേഴ്സും ഒക്കെ കാണുമ്പോഴാണല്ലോ ഇത്രയും പേർക്ക് നമ്മളെ ഇഷ്ടമുണ്ടല്ലോ എന്നൊക്കെ അറിയുന്നത്. അന്ന് അങ്ങനെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ അതിനൊരു നല്ല ഗുണം ഞാൻ കണ്ടെന്ന് വെച്ചാൽ യു വിൽ ബി ഓൾവേസ് ഗ്രൗണ്ടഡ്. നമ്മൾ വലിയ ഒരു സംഭവമാണ് നമുക്ക് തോന്നൂല. എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു ഇതില്ലായിരുന്നത് കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് ആയിരുന്നല്ലോ ശരിക്കും. അപ്പൊ കുറെ സിനിമ കാണുന്ന ആളുകളായിട്ട് എപ്പോഴും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആള് പെട്ടെന്ന് കട്ട് ഓഫ് ആയിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ ജീവിക്കണം. ശരിക്കും ആ കുറച്ച് ദിവസമൊക്കെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് സ്ട്രഗിൾ? ഒന്നാമത് ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു കല്യാണം കഴിക്കണം. കാരണം അമ്മയ്ക്ക് ഞാൻ PG ആയപ്പോൾ തന്നെ കല്യാണ ആലോചനകൾ തുടങ്ങി. PG എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ പോയത് ഡൽഹിയിലാണ് ഹസ്ബൻഡ് ജനിച്ചു വന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഇൻലോസ് ഉണ്ട്, പേരൻസ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ട്, പുള്ളിയുണ്ട്. അപ്പോൾ ഇതൊരു പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ലൈഫിലേക്ക് കടക്കുമ്പോൾ പുതിയ പേരൻസ്, ഹസ്ബൻഡ്, സിസ്റ്റർ, അപ്പോൾ ഇവരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ആ വീടിൻ്റെ ഇത്രയും നാളും റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഒരു ഭാര്യയാണ്, മരുമകളാണ്, നാത്തൂനാണ്, അപ്പം അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പം അതുമായിട്ട് ഞാൻ അഡ്ജസ്റ്റഡ് ആവുമായിരുന്നു. അപ്പം അത് കാരണം ഇത് അങ്ങനെ മിസ് ചെയ്തില്ല. പിന്നെ മോനായി, അതിനുശേഷം ഞങ്ങൾ അബുദാബിയിലേക്ക് പോയി. അബുദാബി ചെന്നപ്പോൾ ഒരു ടോട്ടലി ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊരു രാജ്യത്ത് സെറ്റിൽ ചെയ്യുന്നത്. അപ്പം തന്നെ എല്ലാം ചെയ്യണം, കൊച്ചിനെ നോക്കണം. കാരണം മോന് 10 മാസം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം അങ്ങനെ ലൈഫ് വെന്റ് ഓൺ. സിനിമ ഉണ്ടായിരുന്നു ആ സമയത്തും? സിനിമകൾ കാണാൻ സിനിമകൾ ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് മലയാളം സിനിമകൾ ഒട്ടും കാണത്തില്ലായിരുന്നു. കാരണം അവിടെ തിയേറ്റേഴ്സ്, മലയാളം സിനിമ വരുന്ന തിയേറ്റേഴ്സ് ആ സമയത്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഹിന്ദി മൂവീസൊക്കെ കാണുമായിരുന്നു. പിന്നെ അബുദാബി ചെന്നതിന് ശേഷം മോനൊന്ന് കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഇപ്പം ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാൻ. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് കോമൺ ഇഷ്ടങ്ങളിലൊന്ന് ഇതാണ് സിനിമ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തിറങ്ങിയാലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് വിളിക്കും, ഇന്ന് നമുക്ക് വൈകുന്നേരം പോയാലോ. അപ്പൊ പിള്ളേരെ എല്ലാം ഭക്ഷണം കൊടുത്ത് കിടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകും. കാരണം അവിടെ എല്ലാ തിയേറ്റേഴ്സും തൊട്ടടുത്തടുത്താണ്. അപ്പൊ ഒറ്റ സിനിമ പോലും വിടാതെ ഞങ്ങളെല്ലാം കാണും. ശരിക്കും സാഹസമൊക്കെ ചെയ്തപ്പോ എന്താ പറഞ്ഞത്? സാഹസം ആക്ട് ചെയ്യാൻ അതിപ്പം ഈ ബിബിൻ വിളിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ
പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിങ്ങനെ വർക്കൊക്കെ വരുന്നത് കേൾക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിരുന്ന് ഈ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഭയങ്കര സപ്പോർട്ടീവാണ് ആള്. ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഈ ബിഗ് ബോസ് വിളിയൊക്കെ വന്നിട്ടുണ്ടോ? ശരി. എനിക്ക് ബിഗ് ബോസ് എൻ്റെ മോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചാനലിൽ നിന്ന് ചോദിക്കല്ലോ ഇൻട്രസ്റ്റ് ഉണ്ടോ, അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ അന്വേഷിക്കായിരുന്നോ പോവാനും താല്പര്യമുണ്ടോ എങ്ങനെ? ശരിക്കും രഞ്ജിനി ഒക്കെ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിലാണ് എനിക്ക് കോള് വന്നത്. ആ സമയത്ത് ഞാൻ രഞ്ജിനിയോട് വിളിച്ചൊന്ന് ചോദിച്ചിരുന്നു ജസ്റ്റ്. പക്ഷെ എനിക്ക് പൊതുവേ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊരു, ഞാൻ പറയുന്നത് വെച്ചാൽ പ്രോഗ്രാം ഇസ് വെരി ഗുഡ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു സ്വഭാവത്തിന് ചിലപ്പോൾ അത് സൂട്ടായെന്ന് വരത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കുറെ പേരൊക്കെ ചിലപ്പോൾ പോവാം. ചിലപ്പം മോശം പേര് നല്ലതാവാനും ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഇത് തിരിച്ചടിക്കുമെന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അന്നത്തെ ഇപ്പൊ മുമ്പ് ടച്ചില് ഇരിക്കുന്നവരൊക്കെ ഇപ്പൊ മമ്മൂക്ക, ലാൽ ജോസ് അവരൊക്കെ ഇടയ്ക്ക് ടച്ച് ഉണ്ടോ? ശരിക്കും മമ്മൂക്കയ്ക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ലാലുവേട്ടനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ലാലുവേട്ടനുമായിട്ടും ഒക്കെ. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സുഖമാണോ എന്ന് ചോദിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഫോർവേഡഡ് മെസ്സേജസ് ആയിട്ട് വരുമ്പോൾ തന്നെ ഓക്കെ ദാറ്റ് പേഴ്സൺ ഇസ് തിങ്കിങ് ഓഫ് മീ എന്ന് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ലാലുവേട്ടന്റെ ട്രാവൽസിന്റെ ഒക്കെ എല്ലാം എനിക്ക് അയച്ചു തരാറുണ്ട്. അങ്ങനെ ടച്ചിലുണ്ട്. ഈ സോഷ്യൽ മീഡിയയില് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വന്നല്ലോ. അപ്പൊ റിയലൈസേഷൻ ഇല്ലയോ ആളുകൾക്ക് ഇപ്പോഴും ആളുകൾക്ക് എന്നെ ഭയങ്കര റിലേറ്റബിൾ ആണെന്നുള്ള ഒരു ഫാക്ടറൊക്കെ വന്നായിരുന്നു? ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പം എന്റെ കുട്ടികളുടെ അച്ഛന്റെ സമയത്ത് ഇവർ പൂജിതയൊക്കെ എന്നോട് പറയുന്നു, നീ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് അക്കൗണ്ട് ഇല്ലേ, തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ എടാ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, എനിക്ക് അറിയത്തില്ല കണ്ടന്റ് എന്തിടും, നീ ഒന്ന് തുടങ്ങുന്നത് അങ്ങനെ പുഷ് ചെയ്ത് ഓൾമോസ്റ്റ് എൻ്റെ കുട്ടികളുടെ അച്ഛൻ തീരാറായപ്പോഴാണ്. അപ്പോൾ ഫ്യൂ ഇയേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ പിന്നെ ഈ നമ്മളിങ്ങനെ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ എനിക്ക് ചിലപ്പം ഓർക്കൂല ഇതൊക്കെ ഇടണമെന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വരുന്നു. പിന്നെ ഇവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ തലവനൊക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും പേഴ്സണൽ മെസ്സേജസ് കുറെ വരും. അപ്പം ഇത് വരുന്നവർക്കൊക്കെ ഞാനിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് റിപ്ലൈ ചെയ്യും കേട്ടോ. ഞാൻ മിക്കവർക്കും ഞാൻ റിപ്ലൈ. ചിലവരൊക്കെ ഹായ് എന്ന് മാത്രം പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവർക്കൊന്നും ഞാൻ അങ്ങനെയില്ല. ഞാൻ പറഞ്ഞിപ്പോൾ എന്തെങ്കിലും വർക്കിനെ പറ്റിയൊക്കെ സംസാരിച്ച് വരും, അല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് അത്. ഞാൻ പറഞ്ഞില്ലേ ഐ എം എ പീപ്പിൾസ് പേഴ്സൺ. അതുകൊണ്ട് നല്ലതായിട്ടൊക്കെ അയക്കുന്നവർക്കൊക്കെ. പിന്നെ ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ ഹായ് 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 പറഞ്ഞിട്ട് എന്താടി ജാടയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താടി ജാടയാണോ എന്നൊക്കെ ചോദിക്കും. എന്തെങ്കിലും ചോദിച്ചാലല്ലേ അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും പൊതുവേ എനിക്ക് എൻ്റെ ഫോളോവേഴ്സൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കാരണം എല്ലാവരും ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സപ്പോർട്ടീവ് ഫോളോവേഴ്സാണ് എനിക്കുള്ളത്. അതൊക്കെ കുറച്ച് പേരെ ഉണ്ടെങ്കിലും അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ആരും ഒരു നെഗറ്റീവായിട്ടോ മോശമായിട്ടോ ഒന്നും ഇതുവരെ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. അപ്പോൾ എല്ലാവരുടെയും ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും, ദൈവമേ എൻ്റെ ആൾക്കാരും എന്നെ ഫോളോ ചെയ്യുന്ന ആരും ഇതുവരെ അങ്ങനെ ഒരു മോശമായിട്ടൊരൊന്നും പറഞ്ഞിട്ടില്ല. താങ്ക് ഗോഡ്. ശരിക്കും പാട്ട് പാടാറുണ്ട്? ഇല്ല, പാട്ട് പാടാറില്ല. എന്നെ കൊണ്ട് പാട്ട് പാടി പ്ലീസ്. അത് ഞാൻ എല്ലാ ഇന്റർവ്യൂലും മിക്ക ഇന്റർവ്യൂലും പാടിച്ച് കേട്ടിട്ടുണ്ട്. എല്ലാതും ചുമ്മാ എന്തിനാണ് എന്നെ പാടിക്കുന്നത്? എനിക്ക് ആക്ച്വലി എനിക്ക് പാട്ട് എന്നെ പഠിക്കാനായിട്ട് അപ്പൻ പണ്ട് വിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ആങ്കറിങ് കാലഘട്ടത്തിൽ ഫാദർ നന്നായിട്ട് പാടും. അപ്പം ഞാൻ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന കേട്ടിട്ടായിരിക്കും എന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. പക്ഷേ പാട്ട് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് പോകണമല്ലോ. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എന്നെക്കാളും കുഞ്ഞു പിള്ളേരുണ്ട്, വലിയവരുണ്ട്. അപ്പം ഞാനൊരു ക്ലാസ് പോകും, അത് കഴിഞ്ഞ് 2 ക്ലാസ് ഞാൻ മിസ് ചെയ്യും. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വേറെ എന്തൊക്കെയോ പാടി പോവാ. ഞാൻ ഇപ്പോഴും സരിഗമയിലാണ്. അപ്പൊ അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് വിട്ടു. അതുകൊണ്ട് പാട്ടങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ചുമ്മാ മൂളി നടക്കും. ഫസ്റ്റ് സിനിമയുടെ സെറ്റില് ഏറ്റവും ജൂനിയർ ആണല്ലോ. അപ്പൊ അന്നത്തെ റാഗിങ്ങോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ആരും എന്നെ റാഗ് ചെയ്തില്ല കേട്ടോ. ഭയങ്കര സപ്പോർട്ടീവ് ടീമായിരുന്നു. ആരും റാഗ് ചെയ്തില്ല. എന്നെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കായിരുന്നു അവിടെ. കാരണം ജ്യോതി ഉണ്ടായിരുന്നു, പിന്നെ ബിജു ചേട്ടൻ ഉണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു മൂവിയിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മള് ശരിക്കും നമ്മളൊരു ജോജു ജോജു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ 6 or 7 സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോ അത്രയും ആൾക്കാരെ ഒറ്റ സിനിമയിൽ കാണാൻ പറ്റും. മാളച്ചേട്ടൻ ഇന്ന് പലരും ഇല്ല. മാളച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, സുമാരിയമ്മ, ഇങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു. അവരുമായിട്ടൊക്കെയുള്ള കുറേ ഫോട്ടോസും അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് വെക്കാൻ പറ്റി എന്നുള്ളത്. കാരണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി ആയതുകൊണ്ട് എനിക്ക് മെമ്മറി വെക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഫോട്ടോഗ്രാഫറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോസ് ഒക്കെ തരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഫോട്ടോസ് തന്നെനിക്ക്. അങ്ങനെ അത് ഞാനൊരു ആൽബം ആക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കും. അത് ഫോട്ടോ ഉണ്ട് എന്റെ കയ്യിലുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ സാഹസം തിയേറ്ററിലേക്ക് എത്താണ്. അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ്, റിലേറ്റബിൾ ആണ്. അത് ഇനിയും തുറന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു. സാഹസം August 8 റിലീസ് ചെയ്യുന്നത്. അപ്പം ഇതുവരെയും തന്ന സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം. ഇതൊരു നല്ലൊരു അഡ്വെഞ്ചറസ് റൊമാൻറ്റിക് ത്രില്ലറാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. പിന്നെ പോയി കണ്ടിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്യാവശ്യം എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.